അടുത്ത് അലൈൻമെന്റിന്റെ കാര്യം പറയാം. അലൈൻമെന്റ് 3 തരം അലൈൻമെന്റ് ഉണ്ട് ഇതിൽ. അലൈൻമെന്റ് പറയുമ്പോൾ ഇടത്തോട്ട് വെക്കണോ വലത്തോട്ട് വെക്കണോ സെൻട്രൽ വെക്കണോ എന്നൊക്കെ ഇല്ലേ, അതിനെയാണ് അലൈൻമെന്റ് എന്ന് പറയാം. അതിനും ഇത് അവിടെ ടൂൾ ഉണ്ട്. ഇവിടെ പാനലിൽ അലൈൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. കണ്ടാ കുറേ ഐക്കൺസ് ഉണ്ടാവും. നമ്മൾ ഫോട്ടോഷോപ്പിൽ മൂവ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന അതേ ഐക്കൺസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതിൽ കുറച്ചും കൂടി എക്സ്ട്രാ ഡീറ്റെയിൽസ് കാണണം പറഞ്ഞത് അവിടെ പോയിട്ട് ഷോ ഓപ്ഷൻസ് എന്നുള്ളത് ഓൺ ആക്കിയാൽ മതി. കണ്ടാ അത് ഓപ്ഷൻസ് ഓൺ ആക്കി കഴിഞ്ഞാൽ അഡീഷണൽ കുറേ ഡീറ്റെയിൽസും കൂടി വരും. ഷോ ഓപ്ഷൻസ് ഓഫ് ആക്കി കഴിഞ്ഞാൽ 2 ലൈനേ കാണുന്നുള്ളൂ. കണ്ടാ കാരണം ഈ ഷോ ഓപ്ഷൻസ് ഓൺ ആക്കിയാലേ നമുക്ക് ഇത് അലൈൻ ടു എന്നുള്ളതിൻ്റെ ഭാഗം നമുക്ക് ആക്റ്റീവായി കിട്ടുള്ളൂ. കണ്ടില്ലേ, ഇതിൽ 3 എണ്ണം കാണിക്കുന്നുണ്ട്. ഒന്ന് ഇപ്പം ഹൈഡാണ്, അലൈൻ ടു സെലക്ഷൻ, അലൈൻ ടു ഒബ്ജക്റ്റ്, അലൈൻ ടു ആർട്ട് ബോർഡ്. ആർട്ട് ബോർഡ് മനസ്സിലായി, ഞാൻ പറഞ്ഞില്ലേ ഏതാണ് ആ കാണുന്ന വൈറ്റ് ബോർഡ്. ഇപ്പം ഞാൻ അലൈൻ ടു ആർട്ട് ബോർഡിൽ കാണിച്ചു തരാം. അലൈൻ ടു ആർട്ട് ബോർഡിലേക്ക് ഞാൻ മാറ്റി. അലൈൻ ടു ആർട്ട് ബോർഡിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അലൈൻ്റെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കൺട്രോളിൽ കാണാൻ പറ്റും. കണ്ടാ ഞാൻ അലൈൻ ടു സെലക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി. അലൈൻ ടു ആർട്ട് ബോർഡിൽ കൊടുത്താൽ മുകളിൽ വന്നു. ഓക്കെ, അപ്പോൾ ആർട്ട് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള അലൈനിൽ നമുക്ക് ഇവിടെ മാറ്റിയാൽ തന്നെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ അത് തൽക്കാലം റെഡിനെ പുറത്തിട്ടു. ബ്ലൂവിനെ സെലക്ട് ചെയ്തു. ബ്ലൂവിന് ഈ ആർട്ട് ബോർഡിൻ്റെ, കാരണം ഇപ്പോൾ അലൈൻ ടു ആർട്ട് ബോർഡിലായിരിക്കണത്. ഈ ആർട്ട് ബോർഡ് പറയണത് ഈ വൈറ്റ് ബോക്സ് ആണ്. ഈ ബ്ലൂവിനെ വന്നിട്ട് ഈ ആർട്ട് ബോർഡിൻ്റെ ഇടത്തോട്ടും താഴോട്ടും വെക്കണം പറഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യം ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തു, ഇപ്പോൾ ഇടത്തോട്ട് പോയി. ബോട്ടം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആർട്ട് ബോർഡിൻ്റെ ഐക്കൺ കണ്ടാൽ തന്നെ ഇനി നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ. ഈ ഐക്കൺ കണ്ടാൽ തന്നെ ഐക്കണിൽ തന്നെ സൂചിപ്പിച്ചാൽ തന്നെ കാണാൻ പറ്റേണ്ട ഒരു ലൈനും ഇപ്പോൾ ലെഫ്റ്റ് ആണെന്ന് മനസ്സിലാക്കണം. റൈറ്റ് ആകുമ്പോൾ ഉണ്ടാവും. ഇതാണ് റൈറ്റ്, ഇത് ഹൊറിസോണ്ടൽ സെൻറ്റർ, ഇത് ടോപ്പ്, ഇത് വെർട്ടിക്കൽ സെൻറ്റർ, ഇത് ബോട്ടം. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ ടോപ്പിൽ പോകണം പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇത് അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ ടോപ്പിൽ പോകും. ഓക്കെ, ഇതാണ് ആർട്ട് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ സെൻറ്ററിൽ നിൽക്കണം പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഇവിടെയും ക്ലിക്ക് ചെയ്തു, ഇവിടെയും ക്ലിക്ക് ചെയ്തു. ഇതാണ് അലൈൻ ടു ആർട്ട് ബോർഡ് പറയുന്നത്. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഒന്നല്ല 2 ഒബ്ജക്റ്റിനും കൂടി സെലക്ട് ചെയ്താലോ? അപ്പോൾ ഞാൻ ഈ ഒബ്ജക്റ്റിനെയും സെലക്ട് ചെയ്തു. നമുക്കിങ്ങനെ 1 by 1 ആയിട്ട് ഷിഫ്റ്റും പിടിച്ച് സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തും സെലക്ട് ചെയ്യാം. ഇല്ലുസ്ട്രേറ്ററിൽ കോറൽ ഡ്രോ പോലെ കവർ ചെയ്യില്ല, ജസ്റ്റ് തൊട്ടാൽ തന്നെ സെലക്ഷൻ വരും. ഓക്കെ, ഇനി ഞാൻ അലൈൻ ടു ആർട്ട് ബോർഡ്, ഇതാ ഇവിടെ അലൈൻ എന്നുള്ള ഇവിടെ വന്നിട്ടുണ്ടാവും. സെലക്ട് ചെയ്തു, എന്തായി? 2 കൂടി സെൻറ്ററിൽ വന്നു. ഇപ്പം റെഡ് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ, ബ്ലൂ ബാക്ക് പോയി. ഇപ്പം റെഡ് ബ്ലൂവിനെ മറന്ന് നിൽക്കുകയാണ്. ബ്ലൂ മുന്നിൽ വരണമെങ്കിൽ എന്താ ചെയ്യുക? ഫോട്ടോഷോപ്പിൽ നിങ്ങൾ എന്താ ചെയ്യുക? ലെയർ പാനൽ എടുത്ത് മുകളിൽ വെക്കും. അതിനാണ് ഷോർട്ട് കട്ട് പഠിക്കണം പറയുന്നത്. ഇല്ലുസ്ട്രേറ്ററിൽ അങ്ങനെ ലെയർ പാനലിൽ കൊണ്ട് മുകളിൽ വെക്കാനൊന്നും പറ്റില്ല. കൺട്രോൾ പിടിച്ചിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് അടിക്കുക. അതന്നെ ഷോർട്ട് കട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ യൂസ് ആവും, ഇല്ലുസ്ട്രേറ്ററിൽ യൂസ് ആവും. ബാക്ക് പോകണം പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ പിടിക്കണു. ഇതിന് വേറെ ഇതുണ്ട്, ചുറ്റി വളഞ്ഞ വഴിയുണ്ട്. അതായത് സെലക്ട് ചെയ്തിട്ട് ഇതവിടെ ഓർഡർ പറഞ്ഞ സാധനം കാണാൻ പറ്റും. നമ്മുടെ അറേഞ്ച് എന്നുള്ളതിൽ അവിടെ കാണില്ല ഷോർട്ട് കട്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അറേഞ്ചിൽ പോയാൽ കാണുന്ന ഷോർട്ട് കട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ പറയണത്. ഷിഫ്റ്റ് കൺട്രോൾ പറഞ്ഞാൽ ഒറ്റയടിക്ക് ബാക്ക് പോകും, ഒറ്റയടിക്ക് ഫ്രണ്ടിൽ വരും. കൺട്രോൾ മാത്രം പഠിച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുകളിലും താഴെയും വരും. ഇതേ ഷോർട്ട് കട്ട് തന്നെയാണ് ഫോട്ടോഷോപ്പിലുള്ളത്. അപ്പോൾ ഓരോ തവണയും സെലക്ട് ചെയ്ത് ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അറേഞ്ചിൽ പോയി ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഷോർട്ട് കട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത അലൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ പറയാം. ആർട്ട് ബോർഡ് കഴിഞ്ഞു. അടുത്ത അലൈനുള്ളത് വന്നിട്ട് സെലക്ഷനിൽ കൊണ്ടുവന്നു. സെലക്ഷൻ എന്ന് പറയുമ്പോൾ 2 ഒബ്ജക്റ്റ് വേണം. അപ്പോൾ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് അലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ സെലക്ഷൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്ത് ആ ട്രാൻസ്ഫോം വരുന്നില്ലേ, അപ്പോൾ ആ ലൈന് വരുന്നില്ല, ട്രാൻസ്ഫോമിൻ്റെ ലൈന്, അതിനെയാണ് സെലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് സെലക്ട് ചെയ്തിട്ട് 2നും കൂടി സെലക്ട് ചെയ്തു. ഇപ്പം എന്തായി?
ട്രാൻസ്ഫോം കുറച്ച് വലുതായി. ഈ ബോക്സിൻ്റെ ഇടതുവശം ഏതാണ്? ഇതാണ് ഇടതുവശം. ഇതാണ് ബോട്ടം, ഇതാണ് ടോപ്പ്, ഇതാണ് റൈറ്റ്. ഇപ്പം ഞാൻ അലൈൻമെൻറ്റിൽ പോയിട്ട് റൈറ്റ് എന്ന് കൊടുത്തതിന് എന്തായിരിക്കും? ഈ റെഡ് കളറ് വലത്തോട്ട് വരണം കേട്ടാ. നേരെ മറിച്ച് ലെഫ്റ്റ് സൈഡ് കൊടുത്താലോ ബ്ലൂ കളറായിരിക്കും റെഡിൻ്റെ അവിടെ പോവുക. അപ്പം സെലക്ഷനെ ആസ്പദമാക്കിയിട്ടായിരിക്കും അലൈൻ ആവണത്. മറ്റേത് ആർട്ട് ബോർഡായിരുന്നു. ഇപ്പം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ഈ ബോക്സ് ആണ്, ഇല്ലാതെ ഈ ഒബ്ജക്റ്റുകളെ അല്ല. ഇപ്പം ഞാൻ സെലക്ഷൻ ഇവിടെ ലെഫ്റ്റ് കൊടുത്ത ശേഷം ഇനി ലെഫ്റ്റ് കൊടുത്താൽ ലെഫ്റ്റ് ആവുമോ? കാരണം ആ സെലക്ഷൻ്റെ ലെഫ്റ്റ് അവിടെ സെറ്റായി കഴിഞ്ഞു. ഇനി ടോപ്പ് അടിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ടോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സെലക്ഷൻ്റെ ടോപ്പ് എവിടെയാണ്? ഇവിടെയാണ് ടോപ്പ്, ഇവിടെയല്ലേ? അപ്പം എന്താവും? റെഡ് മുകളിൽ പോവും. ബോട്ടം അടിച്ചാലോ ബ്ലൂ താഴെ വരും. ഓക്കെ, ഇതാണ് അലൈൻ സെലക്ഷൻ. ഇനി മൂന്നാമതൊന്നുണ്ട്. മൂന്നാമതൊരു കീ ഒബ്ജക്റ്റ്. ഇതാണ് ഒബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. അതിനെന്ത് ചെയ്യണം? രണ്ട് ഒബ്ജക്റ്റ് കൂടി സെലക്ട് ചെയ്താലേ അത് ആക്റ്റീവ് ആവുള്ളൂ. വേണ്ട, അപ്പം ആക്റ്റീവായി കീ ഒബ്ജക്റ്റ് എന്നുള്ളത്. മുമ്പ് ഹൈഡ് ആയിരുന്നു. അലൈൻ ടു കീ ഒബ്ജക്റ്റ് എന്നുള്ളത് ആക്റ്റീവായി. ഇപ്പം കീ ഒബ്ജക്റ്റ് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് ഒരു കീ കൊടുക്കണം. ഓക്കെ, ഇപ്പം കീ ഒബ്ജക്റ്റ് ഇത് നീക്കിയപ്പോൾ ഇവിടെ ഐക്കൺ കാണാൻ പറ്റി നിൽക്കും. ഒരു ചെറിയൊരു കീൻ്റെ അത് വന്നു കണ്ടാ. ഇപ്പം ഇതിൽ അത് വന്നു. അത് കൂടാതെ ഇതിലെന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടാ? ഇവിടെ കാണുന്നതിൽ റെഡ് കളറിൽ ഒരു അഡീഷണൽ ഒരു ബ്ലൂ കാണുന്നുണ്ട് അല്ലേ? ബ്ലൂവിനില്ല. എന്താ കാരണം? ഇപ്പം റെഡാണ് കീ ഒബ്ജക്റ്റ്. ഇപ്പം റെഡ് അവിടെ സ്റ്റേബിൾ ആയിരിക്കും, റെഡ് നീങ്ങില്ല. റെഡിൻ്റെ വഴിക്ക് വേണം ബ്ലൂ വരാൻ. ഇപ്പോൾ റെഡ് മുകളിലോട്ട് വാ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ റെഡിൻ്റെ ഭാഗത്ത് ടോപ്പിൽ വരണം. റെഡിൻ്റെ വലത്തോട്ട് വരണം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ റെഡിൻ്റെ വലത്തോട്ട്, ഇടത്തോട്ട് പറഞ്ഞാലും റെഡിന്. ഇത് രണ്ട് ഒബ്ജക്റ്റ് എക്സാമ്പിളെ കാണിക്കുന്നത്. ഇതേപോലെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് ആയ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒബ്ജക്റ്റിൻ്റെ വാക്ക് പ്രകാരമായിരിക്കും മറ്റുള്ള ഒബ്ജക്റ്റുകൾ നീങ്ങുക. അതിനാണ് കീ ഒബ്ജക്റ്റ് എന്ന് പറയുക. ഇപ്പം നോക്കിയാൽ ഞാൻ ഇതിനെ ടോപ്പ് കൊടുത്തു. നിങ്ങൾ വിചാരിക്കും സെലക്ഷൻ്റെ ആണ്, ആക്ച്വലി സെലക്ഷൻ അല്ല. റെഡിനെ താഴേക്ക് നീക്കി ഞാൻ കീ ഒബ്ജക്റ്റ് കൊടുത്തു. ഇനി ടോപ്പ് കൊടുത്താൽ എന്താ സംഭവിക്കുക? ബ്ലൂ താഴെ വേണം വരാൻ, കാരണം റെഡ് നിൽക്കുന്നത് താഴെയാണ്. ഓക്കെ, ഇപ്പം കീ ഒബ്ജക്റ്റ് നമ്മളിപ്പോൾ ബ്ലൂവിലേക്ക് മാറ്റണം. ഇപ്പം റെഡാണ്, ഇപ്പം റെഡാണ് ഇതിൻ്റെ ഭരണാധികാരി. ഇപ്പോൾ റെഡാണ് അല്ലേ? അതാണ് ഇപ്പോൾ റെഡ് പറഞ്ഞ ഭാഗത്ത് ബ്ലൂവിന് പോകേണ്ട അവസ്ഥ വന്നത്. ഇപ്പം എന്തായി? വോട്ടിങ്ങിലൂടെ മാറി, കാര്യം മാറി, ബ്ലൂവിലേക്ക് പോയി സ്ഥാനക്കയറ്റം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ സെലക്ഷൻ, ഇപ്പോൾ ഈ സെലക്ഷൻ്റെ പൊസിഷനിൽ നിന്നിട്ട് ബ്ലൂവിൽ ഒരു ക്ലിക്ക് കൊടുക്കുക. അപ്പം എന്തായി? ആ സംഭവം കീ ഒബ്ജക്റ്റ് എന്നുള്ള ആ ഒരു പവർ എവിടെ പോയി? ബ്ലൂവിലേക്ക് പോയി. പിന്നെ ബ്ലൂ പറയണത് വേണം റെഡ് കേൾക്കാൻ. ഇതാണ് കീ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൊടുത്തിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂവിൽ വന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലിക്ക് മതി, ഡബിൾ ക്ലിക്ക് ചെയ്യണ്ട, ഒരേ ഒരു ക്ലിക്ക്. ഫസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഒരു ക്ലിക്ക് ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കീ ഒബ്ജക്റ്റ് ആയിക്കോളും. നമ്മൾ ഇവിടെ പോയിട്ട് കൊടുക്കേണ്ട ആവശ്യം കൂടി ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പോയിട്ട് കീ ഒബ്ജക്റ്റ് നീക്കേണ്ട ആവശ്യം കൂടി ഇല്ല. രണ്ടിനെയും കൂടി സെലക്ട് ചെയ്തു. ഇപ്പം കീ ഒബ്ജക്റ്റ് അല്ല, ഇപ്പം നോർമൽ സെലക്ഷനിലാണ് കിടക്കുന്നത്. ഞാൻ ബ്ലൂവിലേക്ക് ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലൂ കീ ഒബ്ജക്റ്റ് ആയിട്ട് മാറി. ഓക്കെ, അലൈൻ ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറയും. അലൈൻ അവിടെ താഴെ ഞാൻ ഇത് സർക്കിളിൽ ഒന്ന് ചെറുതാക്കി ഷിഫ്റ്റ് പിടിച്ചാലേ പ്രൊപ്പോഷനിൽ ചെറുതാവുള്ളൂ കേട്ടോ. അത് ഫോട്ടോഷോപ്പിൽ തന്നെ ആൾട്ട് പിടിച്ച് പതുക്കെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൺട്രോൾ ഡി അടിച്ചു. അപ്പം എന്താ? എത്ര തവണ കൺട്രോൾ ഡി അടിച്ചാലും റിപ്പീറ്റ് വന്നു. ഇപ്പോൾ ഈ സർക്കിള് തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് പറയണം ഒരു 2 സെൻറ്റിമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് മതി, ഈ രണ്ടിൻ്റെയും ഗ്യാപ്പ് അത്ര മതി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഓരോന്നും കറക്റ്റ് 2 സെൻറ്റിമീറ്ററായി നീക്കി കൊണ്ടുകൊണ്ടുവരും. അതിനാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് പറഞ്ഞ സാധനം ഉള്ളത്. താഴെ ഇവിടെ 2 ബട്ടൺ ഉണ്ട്. ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് സ്പേസിങ് പറഞ്ഞ സാധനം. ഞാൻ അതിനെന്ത് ചെയ്യണം പറഞ്ഞാൽ ആദ്യം എല്ലാം സെലക്ട് ചെയ്യണം. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കീ ഒബ്ജക്റ്റ് കൊടുക്കണം, ഏതെങ്കിലും ഒരു ഷേപ്പിന്. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റിന് കീ ഒബ്ജക്റ്റ് ആക്കുക. ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാവും ഒന്ന് ഡാർക്ക് ആവും ആ എഡ്ജ്, അത് കീ ഒബ്ജക്റ്റ്.
ഇപ്പോൾ ഉണ്ട് അവിടെ കാണാൻ പറ്റും. 0 mm എന്ന് കൊടുത്തിരിക്കുന്നുണ്ടല്ലോ ഇവിടെ. അതിൻ്റെ ഡിസ്റ്റൻസ് 0 mm ആണ്. അപ്പോൾ ഒരു മെഷർമെൻറ്റും ഇല്ല. ഞാൻ ഡിസ്ട്രിബ്യൂട്ടിൻ്റെ അവിടെ കാണാം. ഇവിടെ 2 ബട്ടൺ ഉണ്ട്, വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ടും ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂട്ടും. ഓക്കെ, ഞാൻ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ട് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ എന്തായി? ഗ്യാപ്പ് 0 ആണ്, 0 mm. അപ്പം എല്ലാം തൊട്ട് 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 നിൽക്കണം അല്ലേ? ഇനി ഗ്യാപ്പ് എനിക്ക് കുറച്ച് നീങ്ങണം, ഒരു 1 mm നീങ്ങണം പറഞ്ഞാൽ നമുക്കിതവിടെ അടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ 1 mm 2 mm കൊടുത്തു. ഇനി ഞാൻ ആ വെർട്ടിക്കലിൽ ക്ലിക്ക് ചെയ്താൽ എന്താവും? ആ 2 സർക്കിളിന് ഗ്യാപ്പ് 2 mm ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ആണെങ്കിലും ഞാൻ അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തു, ഹൊറിസോണ്ടലിൽ ക്ലിക്ക് ചെയ്തു, എന്തായി? തോന്നിയ പോലെ വന്നു. കറക്റ്റായി നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് മാത്രമേ ചെയ്യുള്ളൂ. അലൈൻമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് മുകളിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. അലയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതണ്ട എല്ലാം ഒരു വരിയായിട്ട് നിൽക്കും.